നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ടിന്റെ പുതുവർഷ നക്ഷത്ര ഫലമാണ് പറഞ്ഞു വരുന്നത്. കാർത്തിക വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ആദ്യത്തെ ദശാകാലം ചന്ദ്രദശയാണ്. 10 വർഷമാണ് ചന്ദ്രദശ. ഏകദേശം 5 വർഷം ലഭിക്കുമെന്ന് കണക്ക് കൂട്ടാം. അങ്ങനെ വരുമ്പോൾ 5 വയസ്സ് വരെ ചന്ദ്രദശയും അതിനുശേഷം 12 വയസ്സ് വരെ ചൊവ്വാദശയും അതിനുശേഷം 18 വർഷം രാഹുർദശ, അത് ഏകദേശം 30 വയസ്സ് വരെയും അതിനുശേഷം 16 വർഷക്കാലം വ്യാഴദശ, അത് ഏകദേശം 46 വയസ്സ് വരെയും അതിനുശേഷം 19 വർഷം ശനിദശ, അത് ഏകദേശം 65 വയസ്സ് വരെയും അതിനുശേഷം 17 വർഷക്കാലം ബുധദശ, അത് ഏകദേശം 82 വയസ്സ് വരെയുമാണ്. ചൊവ്വാദശയും വ്യാഴദശയും ബുധദശയും രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല ദശാകാലങ്ങളാണ്. രാഹുർദശ, ശനിദശ എന്നീ ദശാകാലങ്ങൾ അനുഭവിക്കുന്ന രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് രാഹുവും ശനിയും ഒക്കെ ദോഷസ്ഥാനത്താണ് എങ്കിൽ ഇനി പറയുന്ന നല്ല ഗുണഫലങ്ങൾക്ക് അല്പം കുറവുകൾ വന്നേക്കാം. മറ്റ് നല്ല ദശാകാലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ പറഞ്ഞ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ അതിലധികവും നന്മ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കിനി പൊതുവായിട്ടുള്ള ഫലത്തെ പറയാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മുൻ വർഷത്തെ അപേക്ഷിച്ച് ദോഷഫലങ്ങളിൽ നിന്നൊക്കെ കരകയറി മെച്ചപ്പെട്ട ഫലങ്ങൾ ലഭിക്കുന്ന വർഷമാണ്. ഈ സമയത്ത് എല്ലാവരുമായി സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുക, എല്ലാ കാര്യങ്ങളിലും നയപരമായിട്ട് ഇടപെടുക, സന്തോഷവും സമാധാനവും പുലർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഇടപെട്ടാൽ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ചേർന്ന് വിജയത്തിലെത്തിക്കാൻ സാധിക്കും. തൊഴിൽപരമായിട്ട് അല്പം അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ ധാരാളം കീർത്തിയും ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ലഭിക്കുന്നതുമാണ്. ബിസിനസ്സുകാരായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ്. രാഷ്ട്രീയക്കാരായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാർക്കും വളരെ നല്ല അനുകൂല സമയമാണ്. രാഷ്ട്രീയക്കാർ ഇനിയുള്ള മുന്നോട്ടുള്ള വർഷങ്ങളെ കരുതിക്കൊണ്ട് വേണ്ട ജനങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ അതിൽ നിന്ന് ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശത്തൊക്കെ പോകാനും അവിടെ തൊഴിൽ നേടാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വിദേശ യാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്ന, പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും വിശേഷമായിട്ട് നല്ല സമയമാണ്. കുടുംബത്തിൽപ്പെട്ടവരുടെ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. അതായത് കുടുംബത്തിൽ അധികം വേണ്ടപ്പെട്ടതായിട്ടുള്ള വ്യക്തികൾക്ക് നല്ല ജോലിയൊക്കെ ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ജീവിത പങ്കാളിയുമായിട്ട് നല്ല അടുപ്പവും സ്നേഹബന്ധവും ഒക്കെ പുലർത്താൻ സാധിക്കുന്നതാണ്. പൊതുവെ വിവാഹം നടക്കാത്ത രോഹിണി നക്ഷത്രക്കാർക്കും വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. മുതിർന്നവരായിട്ടുള്ളവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. കുട്ടികളുടെ കാര്യത്തിലും രോഹിണി നക്ഷത്രക്കാർ അല്പം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. പൊതുവെ രോഹിണി നക്ഷത്രക്കാർക്ക് മുൻ വർഷത്തെ അപേക്ഷിച്ച് വളരെ നല്ല സമയമാണ്. ശ്രദ്ധയോടുകൂടി സമാധാനത്തോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെടുക, വിജയം സുനിശ്ചിതമാണ്. രാഹുർദശാകാലമുള്ളവർ സർപ്പപ്രീതി നിർബന്ധമായിട്ടും വരുത്തുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അപകടം പിടിച്ച ജോലികളിൽ ഏർപ്പെടുന്നവർ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഏകദേശം 46 വയസ്സിന് ശേഷം 65 വയസ്സ് വരെയുള്ള ശനിദശ അനുഭവിക്കുന്നവർ അയ്യപ്പസ്വാമി, ശാസ്താവ്, ഹനുമാൻ സ്വാമി എന്നിവരെ പ്രത്യേകമായിട്ട് വിശേഷമായിട്ട് പ്രസാദിപ്പിക്കുക. ജീവിതത്തിൽ അല്പസ്വല്പം അലസതയും മന്ദതയും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ഇല്ലാത്ത പ്രവർത്തനരഹിതമാകുക. പൊതുവെ സമയമോശമാണ് എന്നതനുസരിച്ച് കൂടുതൽ ആത്മീയമായിട്ടുള്ള കാര്യത്തിലും പ്രാർത്ഥനയിലും ഒക്കെ മുഴുകി ശനിപ്രീതി നേടിക്കൊണ്ട് ദോഷത്തെ ഇല്ലാതാക്കുക. ഇത്രയും കാര്യങ്ങളാണ് രോഹിണി നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്രഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മകയിര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.